ശോഭായാത്രയിൽ മാറ്റുകൂട്ടിക്കൊണ്ട് ചെണ്ടമേളങ്ങളും മറ്റ് വാദ്യമേളങ്ങളും ഒക്കെയായി ശോഭായാത്രകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും ഒക്കെയായി മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ എങ്ങനെയാണ് ആഘോഷങ്ങൾ ജിജീഷ്? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷ വീതികൾ തന്നെയാണ് ഇപ്പോൾ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാക്കി തന്നെയാണ് ഈ ഉണ്ണിക്കണ്ണന്മാർ നടന്നു നീങ്ങുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ്, നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും അവരുടെ പിഞ്ചുപാദങ്ങളാൽ ഈ ഒരു വീതികളെ, തിരക്കേറിയ നഗരം, നമുക്കറിയാം കൊച്ചിയുടെ തിരക്ക്, ആ തിരക്കുകളെല്ലാം തന്നെ അലിയിച്ചു കളയുന്നത് ഈ കണ്ണന്മാരുടെ കുസൃതികളാണ്. ഉണ്ണിക്കണ്ണന്മാരുടെ കുസൃതികളും ഗോപികമാരുടെയും ഉണ്ണിക്കണ്ണന്മാരുടെയും കുസൃതികളും കളിച്ചിരികളും എല്ലാം ആ ഒരു സന്തോഷത്തിൻ്റെ നിലയിലേക്ക് നഗരത്തെ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്നാണ് ഈ ശോഭയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ശോഭയാത്ര ഇപ്പോൾ പ്രധാനമായും മാധവ് ഫാർമസി ജംഗ്ഷനിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്ന് MG റോഡിലേക്ക് തിരിഞ്ഞ് ജോസ് ജംഗ്ഷനിൽ മഹാശോഭയാത്രയായി സംഗമിച്ചതിന് ശേഷം എറണാകുളം ശിവക്ഷേത്രത്തിലാണ് സമാപിക്കുന്നത്. നിരവധി വിവിധ ബാലഗോകുലങ്ങളിൽ നിന്ന് നിരവധി കുട്ടികളാണ് ശ്രീകൃഷ്ണ ഗോപികാ വേഷങ്ങൾ ധരിച്ച് ഈ ഒരു ഘോഷയാത്രയുടെ ശോഭായാത്രയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു 3 മണിയോടുകൂടി തന്നെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ശോഭായാത്രയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കുട്ടികളെല്ലാം തന്നെ കൃഷ്ണവേഷങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ആ സമയം. വീതികളെല്ലാം അമ്പാടിയും മധുരയും വൃന്ദാവനവും ദ്വാരകയും എല്ലാം അക്ഷരാർത്ഥത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുക തന്നെയായിരുന്നു. ടൗൺ ഹാളിൽ അല്പസമയം മുമ്പ് ആണ് ശോഭയാത്ര ആരംഭിച്ചത്. നടനും സംവിധായകനുമായ മേജർ രവി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒരു ശോഭയാത്ര ആരംഭിച്ചിരിക്കുന്നത് എറണാകുളം ടൗൺ ഹാൾ പരിസരത്ത് നിന്നാണ്. ഒപ്പം തന്നെ പരമാര ദേവീക്ഷേത്രം, അയ്യപ്പങ്കാവ് ക്ഷേത്രം, രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീ കുമാരേശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള ശോഭയാത്രകൾ ജോസ് ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ സംഗമിച്ച് വലിയൊരു മഹാശോഭയാത്രയായി ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ ഭജന സംഘങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വളരെ ആവേശത്തോടെ ഭജന പാടി മുന്നോട്ട് നീങ്ങുന്ന, അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകളെ ഏറ്റവും ധന്യമാക്കുന്ന കാഴ്ചകൾ ഇതെല്ലാം തന്നെയാണ്. ഭജന സംഘങ്ങൾ, ഉണ്ണിക്കണ്ണന്മാർ, ഗോപികമാർ, അവരെ പിഞ്ചു പാദങ്ങളാൽ അവരെ മുന്നോട്ട് നടക്കാൻ സഹായിക്കുന്ന അമ്മമാർ, രക്ഷാകർത്താക്കൾ എല്ലാവരും തന്നെ അടങ്ങുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. കൃത്യമായി തന്നെ നഗരം ആകെ അമ്പാടിയുടെ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നു. ഉണ്ണിക്കണ്ണന്മാർ അവരുടെ കളിച്ചിരികൾ തന്നെയാണ് നഗരത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്, നഗരജീവിതത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. അധർമ്മത്തിനെതിരെ പോരാടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേപടി അവർ പുനരാവിഷ്കരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശയങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ബാലഗോകുലം എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അങ്ങനെ